ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നമ്മൾ കുട്ടികളുടെ ഇന്നറുകളും അതുപോലെ നമ്മുടെ ഹാൻഡ് ടവലുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്നൊക്കെ വലിയ വില കൊടുത്ത് നമ്മൾ ബാസ്ക്കറ്റുകളും കൊട്ടകളോ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. പക്ഷേ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്ച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുന്ന ബാസ്ക്കറ്റുകൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ റൂമിൻ്റെ കളറുകൾക്കനുസരിച്ച് നമുക്ക് ഒരേ രീതിയിലുള്ള എത്ര കൊട്ടകൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്ക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു പഴയ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബെഡ്ഷീറ്റിൻ്റെ പോർഷനാണ്. അല്പം സ്പോഞ്ചൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. അങ്ങനെ അതിൻ്റെ മുകളിൽ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട്, ചെറിയൊരു പ്ലേറ്റാണ്, ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ടിയില്ലാത്ത തുണിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 2 or 3 ലെയർ എടുത്തിട്ട് ഇതുപോലെ ഒന്നിച്ച് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ടിൻ്റെ ചുറ്റളവിനനുസരിച്ച് നീളവും ഹൈറ്റിന് അനുസരിച്ച് വീതിയും എടുത്ത് ദീർഘചതുരത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്കതിലേക്ക് ഇതുപോലെ ഒരു ലേസിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള തുണിയുടെ ചെറിയൊരു കഷ്ണമോ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഈ തുണിയുടെ നല്ല വശവും ചീത്ത വശവും വേർതിരിച്ചെടുക്കുക. ചീത്ത വശത്തിൻ്റെ എഡ്ജിനോട് ചേർന്ന് നമ്മൾ ഈ ലേസ് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന തുണിക്കഷ്ണം തയ്ച്ചെടുക്കുക. എന്നിട്ട് നല്ല വശത്തേക്ക് അത് മടക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. ആ ഭാഗം നമ്മൾ കംപ്ലീറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ മറിച്ച് വെച്ച് നല്ല വശത്തേക്ക് അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത കട്ടിങ് അടക്കം നമ്മൾ ഇതുപോലെ മടക്കി വെക്കുക. ഈ എഡ്ജിനനുസരിച്ച് മടക്കി നമ്മളതിൽ ഒരു ചവിട്ടടി അകലത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. ആദ്യം നമുക്കിതൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ വക്ക് കൂടെ ചേർത്ത് കട്ടിയുള്ള ആ എഡ്ജിൽ ഒരു അടി വെച്ച് കൊടുക്കാം. ആ ഭാഗം നമ്മൾ തയ്ച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലേസിൻ്റെ എഡ്ജിൽ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 2 അടിയും അതിമ അടിച്ച് കഴിഞ്ഞ് ഇത് നല്ല പതിഞ്ഞ് കിടക്കുന്നുണ്ട്. ഒന്നുകൂടെ സ്ട്രോങ്ങും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദീർഘചതുരത്തിൻ്റെ 2 അറ്റവും കൂടെ യോജിപ്പിക്കണം. നമ്മളതിൻ്റെ 2 അറ്റവും യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ആ റൗണ്ട് വെച്ച് പിടിപ്പിക്കണം. നമ്മൾ റൗണ്ട് കയ്യിലെടുത്ത് 2 ചീത്ത വശം കൂടെ ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം.
റൗണ്ടിൻ്റെ ചീത്ത വശവും നല്ല വശവും കൂടെ നോക്കിയതിന് ശേഷം ഇതുപോലെ ചീത്ത വശത്തേക്കും നല്ല വശത്തേക്കും നോക്കി നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പിന്ന് കുത്തി വെച്ചിട്ട് ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം തയ്ച്ചു കൊടുത്താൽ മതി. നല്ല ശ്രദ്ധയോടെ തയ്ച്ചെടുക്കണം. ആ ഭാഗം ചുളിവ് വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ റൗണ്ട് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒരു പ്രാവശ്യം കൂടെ തയ്ച്ചു കൊടുക്കാം. അതൊന്ന് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രാവശ്യം കൂടെ അതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് മറിച്ചെടുക്കണം. മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കുക. ശേഷം നമുക്ക് അതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൊട്ട നല്ല സ്റ്റാൻഡിങ്ങിൽ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഉൾഭാഗത്ത് അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ നല്ലവണ്ണം വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡിങ്ങിൽ ഇരിക്കുള്ളൂ. പിന്നെ ഈ ഉള്ളിൽ ഉള്ള സ്റ്റിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജൊന്നും കാണണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഒരു പോർഷന് തുണി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് കവർ ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്കത് ചെറുതായി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഉപയോഗിച്ച ലേസിൻ്റെ വേസ്റ്റ് ഭാഗം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 2 പീസ് ജോയിൻ ചെയ്ത് ഒരു പൂമ്പാറ്റ ഉണ്ടാക്കി അതിന്മേൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 പോർഷനായി വെട്ടിയ ലേസ് നമുക്ക് ഒരു സ്റ്റിച്ച് കൊണ്ട് നമുക്കൊന്ന് വീതി കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ വീതി കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മധ്യഭാഗത്ത് ഇതുപോലെ വിരൽ കൊണ്ട് പിടിച്ച് ഇതുപോലെ ഒരു പൂമ്പാറ്റയാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ലേസിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് നമുക്കതിൻ്റെ മധ്യം പിടിച്ച് കെട്ടാം. ഇതുപോലെ നമ്മൾക്ക് ആ കഷ്ണം കൊണ്ട് ഇങ്ങനെ അതിനെ പിടിച്ച് അതിനൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഭാഗത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ വെട്ടിക്കളഞ്ഞ് സ്റ്റിച്ച് ചെയ്ത ഭാഗം അതിൻ്റെ മധ്യത്തിലോട്ട് നമുക്ക് നീക്കി വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ തയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കോളും. ഇപ്പോൾ നമ്മുടെ പൂമ്പാറ്റ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് പിടിപ്പിക്കാം. ഏത് ഭാഗത്താണ് നമുക്ക് വെക്കേണ്ടതെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇത് 1, 2, 3 പൂമ്പാറ്റയൊക്കെ പിടിപ്പിച്ച് ഭംഗിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ആക്കിയിടാൻ പറ്റും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ബാസ്ക്കറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബാസ്ക്കറ്റിൽ ഉപരി നല്ല ഭംഗിയോടെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു ബാസ്ക്കറ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് അടിപൊളിയായിട്ടുണ്ട്.
നമുക്കിതിലേക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന അത്രയും സ്പേസാണ് ഇതിനുള്ളത്. നമ്മുടെ അളവിനും നമ്മളെ രീതിക്കും അനുസരിച്ച് നമുക്ക് ഏത് അളവിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന പോട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഉള്ളൻ ത്രെഡ്, അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ നൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിലിട്ട് വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടാൻ മറക്കാതിരിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.